പിന്നെ സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് പോയിരിക്കുകയാണ്. അത് ആരുടെ കുറ്റമാണ്? സന്ദീപിൻ്റെ കുറ്റമാണോ ബി ജെ പിയുടെ കുറ്റമാണോ? ബി ജെ പി സന്ദീപ് വാര്യരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ, ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുകയാണ്. കൗരവർ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയെങ്കിലും പാണ്ഡവരാണ് വിജയിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ. എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയതെന്ന് എനിക്കറിയില്ല കെ സുരേന്ദ്രന്. കാരണം പാണ്ഡവരാണ് ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മർക്കെതിരെ യുദ്ധം നയിച്ചത് എന്നുള്ളതാണ്. ആ ഒരു ബേസിക് നോളജ് പോലും കെ സുരേന്ദ്രനില്ല എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങോട്ട് മാറ്റി എടുത്തട്ടെ, അത് ഒരു വിവരമില്ലായ്മയായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പണിക്കർ ഒരു തൊരപ്പനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അണികളെല്ലാം പണിക്കർക്കെതിരെ അതിഭീകരമായിട്ടുള്ള തെറിവിളികളും മുറവിളികളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതാരുടെയാ സാറേ കുറ്റം? പണിക്കരുടെ കുറ്റമാണോ അത് ബി ജെ പിയുടെ കുറ്റമാണോ? സുരേന്ദ്രൻ പിന്നെ ആശംസയും നൽകിയിട്ടുണ്ട് സന്ദീപ് വാര്യർ. നീണാൽ വാഴട്ടെ, നല്ല കസേര, ഉയർന്ന കസേര ലഭിക്കട്ടെ എന്നും. കസേരയ്ക്ക് വേണ്ടി കൊതിച്ചിട്ടാണോ ഇവിടുന്ന് പോയെന്നുള്ളത് അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ബി ജെ പിയിൽ നിന്ന്, കേരള ഘടകത്തിൽ നിന്ന് കോൺഗ്രസിലേക്കോ CPM-ലേക്കോ ആരെങ്കിലും പോയതായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. പ്രബലരായിട്ടുള്ളവർ അല്ലേ? സന്ദീപ് വാര്യർ ഒരു നിർണായക കക്ഷി തന്നെയാണ്. കാരണം ചാനൽ ചർച്ചകളിലൂടെ വന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ യഥാർത്ഥത്തിൽ ചാനലിൽ വന്നിരുന്ന് കുരയ്ക്കുന്ന ഒരുത്തൻ മാത്രം, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പത്തനംതിട്ടക്കാരനാണ്, അടൂരുകാരൻ. അവിടുത്തെ ഒരു ജനകീയ പ്രശ്നങ്ങളിലൊന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. പണ്ട് KSUവിൻ്റെ ഒരു മാർച്ചിൽ ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട്. KSUവിൻ്റെ ആണോ യൂത്ത് കോൺഗ്രസിൻ്റെ ആണോ എന്നറിയില്ല. ഈ കോലത്തിന് തീയിട്ടപ്പം തീ മുണ്ടി കത്തിപ്പിടിച്ച് ഇങ്ങനെ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിടങ്ങളിൽ പോലും ഇറങ്ങിയിട്ടില്ല. ഈ സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് കൊരയോടെ കൊരയാണ്. ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇപ്പോൾ വന്ന് വലിയ ആളായിട്ട് പാലക്കാട് മുഴുവൻ ഇറങ്ങി നടക്കുന്നത്. അതേപോലെ പെട്ടി താങ്ങി കിട്ടിയതാ. അതെ, അത് ലോട്ടറി ആയിരുന്നു. അത് കോൺഗ്രസിൽ അറിയത്തില്ല. കോൺഗ്രസിലെല്ലാം പെട്ടിയെടുപ്പുകാരെ ഗുണം പെട്ടി മാറി ട്രോളി ആയിട്ടുണ്ട്. അതെ, ട്രോളിയായി. അതാകുമ്പോൾ ഉരുട്ടിക്കൊണ്ട് പോയാൽ എടുക്കണ്ട. പക്ഷേ എന്തായാലും സുധാകരൻ അങ്ങനെ വളരെ തന്ത്രപൂർവ്വം ഇരുന്ന് ചൂണ്ടയിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ അതിൻ്റെ ദോഷഫലം വരാൻ പോകുന്നതേ ഉള്ളൂ കോൺഗ്രസിനകത്ത്. അതായത് ഈ കോൺഗ്രസിനകത്തെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവന്മാരും സ്ഥാനമോഹികളും ഒക്കെയാണ്, കുതികാൽ വെട്ടികളും ഒക്കെയാണ്. അതിനിടെ പോയി സന്ദീപ് എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അവിടെ സീറ്റിന് വേണ്ടിയുള്ള ആർത്തിയല്ലേ, ആ ആർത്തി മൂത്തല്ലേ ഒരുത്തനിറങ്ങി ഇപ്പുറത്തോട്ട് വന്നത്, CPM-ൻ്റെ കൂടെ പോയത്. അത് CPM ഒരു ചാവേറിനെ നോക്കിയിരിക്കുകയായിരുന്നു പാലക്കാട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റിന് സരിനിലൂടെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ സന്ദീപ് വാര്യർ പോയതോടുകൂടി ഇതിനകത്ത് ഇവർക്ക് എന്താണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗോപാലകൃഷ്ണനും സുരേന്ദ്രനും ഒക്കെ? കാരണം സന്ദീപ് വാര്യർ ഒരു പ്രധാനപ്പെട്ട കക്ഷി തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിട്ട് വന്നുകൊണ്ടിരുന്നു. ബി ജെ പി വ്യക്തമായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതാക്കൾ ഇദ്ദേഹത്തെ കൂടുതലായിട്ട് അംഗീകരിക്കുന്നില്ലായിരുന്നു. ഇവർക്ക് പറ്റിയ ഒരബദ്ധം BJPക്ക്. ഈ സാഹചര്യത്തിൽ സന്ദീപ് വാര്യരെ പോലുള്ള ഒരു നേതാവ് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയത് പാലക്കാട്ടെ റിസൾട്ടിനെ നന്നായി ബാധിക്കുമെന്നുള്ളതാണ്. ഒരല്പം സാധ്യതയുണ്ടായിരുന്ന ഒരിടമല്ലേ പാലക്കാട്? ഇവർ തുടക്കം മുതൽ തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അല്ല, റിസൾട്ടിനെ ബാധിക്കുമെന്ന് സാറിന് തോന്നുന്നു? ബാധിക്കും, തീർച്ചയായിട്ടും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാട് സന്ദീപ് വാര്യരെ പോയതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകർക്കിടയും RSSകാർക്കിടയിലും ഉണ്ട്. ഇന്നലെ ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഈ RSSന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആണ്. ആ RSSന്റെ സിസ്റ്റം നമുക്കറിയാം. ഹരിയാനയിൽ നരേന്ദ്രമോദി പ്രചാരണത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പോലും RSS അവിടെ നിന്ന് നയിച്ചാണ് മോദി ഇല്ലാതെ ഹരിയാനയിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഭൂരിപക്ഷം അവിടെ നേടിക്കൊടുത്ത് അധികാരത്തിലേറിയത്. കാരണം നമ്മുടെ നാട്ടിലുണ്ടായ പ്രതിഷേധങ്ങളുടെ എല്ലാം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹരിയാനയായിരുന്നു. ഹരിയാനയിൽ BJP തോറ്റില്ലെങ്കിൽ വേറെ ഏത് പാർട്ടി തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ സന്ദീപ് വാര്യർ പോയപ്പോൾ സന്ദീപ് വാര്യർ BJPയെ കുറ്റം പറഞ്ഞു, ഓക്കെ ഫൈൻ. സുരേന്ദ്രനെ കുറ്റം പറഞ്ഞു, സുരേന്ദ്രനെ ആർക്കും കുറ്റം പറയാം. പക്ഷേ RSSനെ കുറ്റം പറഞ്ഞത് ഇവിടെയുള്ള അണികളും പാർട്ടിക്കാരും സഹിക്കില്ല എന്നുള്ള ഒരു ഒപ്പീനിയൻ ഇന്നലെ ഞാൻ സംസാരിച്ച പല ആൾക്കാരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ RSS എഫീഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിച്ച് K കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം കഠിനമായി നടത്തും എന്നുള്ള ഒരു വാദമുണ്ട്. അല്ല ധനുഷ്, അത് ശരിയാണ്. കാരണം RSS എന്ന് പറയുന്നത് വളരെ സംഘടിതമായിട്ട് പോകുന്ന, വളരെ തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരുടെ ഒരിടമാണ് RSS എന്ന് പറയുന്നത്. അത് ദേശീയ തലത്തിലായാൽ നോക്കിയാലും അമാനുഷ ബുദ്ധിവൈഭവം ഉള്ളവന്മാരും അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഈ സന്ദീപ് വാര്യരും RSSലൂടെ വന്നവനാണ്.
അല്ലല്ല RSSന്റെ പ്രവർത്തകനായിരുന്നു ആദ്യകാലങ്ങളിൽ എന്ന് പറയുന്നു. ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFI ആയിരുന്നു ആദ്യം. അല്ല, അത് പിന്നീട് മാറി RSSൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. RSSൽ ഇപ്പോ RSSൽ മറ്റേ ട്രൗസറും ഇതും വേണ്ട, അതുപോലെ ഫോട്ടോ ഇടാനാണ് അത് എടുത്തിരിക്കുന്നത്. RSSന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പഠിച്ചു പോകണം. പക്ഷേ എന്തായാലും ഇതിപ്പോൾ ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ, അവിടെ ഇത്രയും നാൾ BJPക്കകത്ത് ശക്തനായിട്ട് നിന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത് തുടക്കം മുതൽ തന്നെ ഈ BJP പാലക്കാട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒന്ന്, ഈ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി. അത് കൃഷ്ണകുമാർ ആയിരിക്കുമോ, പിന്നെ ശോഭാ സുരേന്ദ്രനായിരിക്കുമോ, സന്ദീപ് വാര്യരുടെ പേരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന് ഒരു വിഭാഗം മുൻതൂക്കം കൊടുത്തു, അത് മാറ്റി നിർത്തുകയും ചെയ്തു. കൃഷ്ണകുമാറിനാണ് പാലക്കാട് മലമ്പുഴ ഏരിയയിൽ വലിയ ബന്ധമുള്ളതെന്നും പറഞ്ഞുള്ള രീതിയിൽ കൃഷ്ണകുമാറിനെ അവിടെ ഇറക്കി. പാലക്കാട് നഗരസഭ BJPയുടെ കയ്യിലാണ്, പക്ഷേ അവിടെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഒരാള് BJPയിൽ നിന്ന് കോൺഗ്രസിലോട്ട് പോയതും വലിയ കാര്യമായിട്ട് ബാധിക്കും. എനിക്ക് അറിയാൻ വയ്യാത്തത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. CPMലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. CPM അതിനേക്കാൾ തകർച്ചയിൽ നിൽക്കുന്നതാണ്. ഈ BJP 2014 മുതൽ ഇന്ത്യ ഭരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഭാവി എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. അതെ, പിന്നെ ഇതിലേക്കാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് 2026 ഇവർക്ക് കേരളത്തിൽ UDFന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ മാത്രമല്ല, അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനുള്ള സാധ്യതയും ഇപ്പോഴത്തെ നിലവിൽ കാണുന്നുണ്ട്. എന്നിട്ട് സന്ദീപ് വാര്യർക്ക് ഒറ്റപ്പാലം മണ്ഡലം കൊടുക്കാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിട്ടുണ്ട്. വലിയ എഗ്രിമെൻറ്റിൽ വഴിയാണ് പോയിട്ടുള്ളത്, അല്ലാതെ പോകത്തില്ല കോൺഗ്രസിനകത്ത്. കാരണം കോൺഗ്രസിനകത്ത് ഈ കുതികാൽ വെട്ടിൻ്റെ അങ്ങേയറ്റമായിട്ട് നിൽക്കുന്നവന്മാരാണ്. പാർട്ടിയെ ഗുണം പിടിപ്പിക്കാത്ത ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനകത്തുള്ള കുറേ ഉണ്ണാക്കന്മാരാണ് അവന്മാർ. അതുകൊണ്ട് തന്നെയാണ് എത്രയോ വിഷയങ്ങൾ പിണറായി വിജയനെതിരെ വന്നിട്ട് പോലും വേണ്ട തരത്തിൽ ഒരു നല്ല പ്രതിപക്ഷമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ സന്ദീപ് വാര്യരുടെ ഭാവി ഒരുപക്ഷെ വലിയ അനിശ്ചിതത്വത്തിലായി മാറും എന്നുള്ളതാണ്. ഇനി ഒരു അവസരത്തിൽ സന്ദീപ് വാര്യർക്ക് BJPയിലേക്ക് തിരികെ വരേണ്ടി വരും. കാരണം BJPയുടെ കേരള ഘടകം ഒരു ശുദ്ധീകരണം നടത്തിക്കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് മുതലേ BJPക്ക് പേരുദോഷമുള്ളവരാണ് ഈ വോട്ട് കച്ചവടം നടത്തിയെന്നുള്ള. എല്ലാ പാർട്ടികളും നടത്തുന്നു. അല്ല, BJP മൂന്നാം തവണ നരേന്ദ്രമോദി ഭരണം നടത്തുക, എന്നിട്ട് കേരളത്തിൽ ഇത്തവണ ഒരു പാർലമെന്റ് സീറ്റ് ഒപ്പിച്ചു വെച്ചു. ഇതല്ലാതെ ഈ 2021 ഉണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് കളഞ്ഞു. ഇപ്പൊ പാലക്കാട് ഏറ്റവും വലിയ അവസരമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ ഇറക്കണമായിരുന്നു. അവർ 2016 മത്സരിക്കുമ്പോൾ 2011 കൂടുതൽ, 2015 ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 2016 അപ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പാർട്ടിയെ ഇളക്കി മറിക്കുന്നത് നമുക്കറിയാമല്ലോ. ആറ്റിങ്ങൽ കണ്ടു, ആലപ്പുഴയിൽ കണ്ടു, ഏത് തരത്തിൽ എത്രത്തോളം വോട്ട് പെർസെൻറ്റേജ് അങ്ങ് മാറ്റി എന്നുള്ളതാണ്. ഇനി മലപ്പുറത്ത് കൊണ്ട് നിർത്ത്, അവിടെയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇവിടെ വിഭാഗീയതയാണ്. സുരേന്ദ്രൻ ഔദ്യോഗിക പക്ഷം ഒന്ന്, കൃഷ്ണദാസ് പക്ഷം ഒന്ന്, ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനിയിപ്പം വടംവലി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഉടനെ ഉണ്ടാകും. കാരണം സുരേന്ദ്രനെ മാറ്റണമെന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിക്കകത്ത് ശുദ്ധീകരണം. കാരണം ഇനിയിപ്പോൾ 25 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 26 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും ഇവര് ഈ സാഹചര്യം മുതലാക്കണമായിരുന്നു. പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ തന്നെ പലരും പറഞ്ഞതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭ ഇറങ്ങിയാൽ BJPക്ക് ഒരു സീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPക്ക് വിജയസാധ്യത പാലക്കാട്ട് മങ്ങിയിരിക്കുകയാണ്. സന്ദീപ് വാര്യർ പോയതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, അതൊരു ചെറിയ ഘടകം. അതിനോടൊപ്പം അവിടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉണ്ടായ പ്രശ്നം, പിന്നെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന ഭരണ വിരുദ്ധ
വികാരം, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് അവിടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്യും. കാരണം സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ ബിഗ് സീറോയാണ്. പാഴാണ്, പാഴിൻ്റെ അങ്ങേയറ്റം. പിന്നെ പാഴെന്ന് പറഞ്ഞാൽ പാഴ്വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇത് അതിനും പറ്റത്തില്ല. അപ്പോൾ പോയിരിക്കുന്നത് CPM-നകത്ത്. CPM-നെ കെട്ടിവെച്ച പണം പിന്നെ നഷ്ടപ്പെടുമോയെന്നാണ് ഇപ്പോൾ സംശയം. ആ ഒരു ഗതികേടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പാലക്കാട് എന്തും സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.